പെർഫ്യൂം നെക്കില് അഥവാ സ്കിന്നിൽ ഉപയോഗിച്ചു കഴിഞ്ഞാല് ക്യാൻസർ ഉണ്ടാവും എന്നുള്ള ഒരു ന്യൂസ് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഒന്നാമത് സയന്റിഫിക്കലി അത് പ്രൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ നമ്മുടെ പെർഫ്യൂം ഒരു കോസ്മെറ്റിക് ഐറ്റം ആണല്ലോ. അതിനെക്കൊണ്ട് തന്നെ ഈ കോസ്മെറ്റിക് ഐറ്റംസിൽ പെർഫ്യൂമിന് ഇഫ്ര എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ട്, ഇന്റർനാഷണൽ ഫ്രാഗ്രൻസ് അസോസിയേഷൻ. അതിൽ അടങ്ങേണ്ട ഒരു പെർഫ്യൂമില് ഉപയോഗിക്കേണ്ട അതിന്റെ മോളിക്യൂൾസ്, അതിന്റെ കെമിക്കൽസ് എത്ര ഉപയോഗിക്കണം എന്നുള്ള ഒരു റെഗുലേഷൻ വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതേപോലെ നമ്മളെ സ്കിന്നിന് പ്രശ്നം വരുന്ന, കോസ്മെറ്റിക്സിൽ തന്നെ സ്കിന്നിന് പ്രശ്നം വരുന്ന, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുന്ന പല മോളിക്യൂൾസ് ബാൻ ചെയ്തിട്ടുണ്ട്. പല മോളിക്യൂൾസിന്റെ അളവ് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ ഓവറായിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. എങ്ങനെയാണെങ്കിലും ഇത് കെമിക്കൽസ് ആണല്ലോ ഇതിൽ അടങ്ങിയിട്ടുള്ളത്. കെമിക്കൽസും അതേപോലെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസും ഉണ്ടെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമുക്ക് നല്ലതാണ്. അതേപോലെ നമ്മൾ പെർഫ്യൂമുകൾ വാങ്ങിക്കുമ്പോൾ ഇഫ്ര സർട്ടിഫൈഡ് ചെയ്ത പെർഫ്യൂമുകൾ വാങ്ങിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ പെർഫ്യൂം സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ അരോമ മോളിക്യൂൾസ് നമ്മളുടെ സ്കിന്നിന്റെ സർഫസിലാണ് അബ്സോർപ്ഷൻ ഉണ്ടാകുന്നത്. അതൊരിക്കലും ബ്ലഡിലേക്ക് എന്ത് ചെയ്യുന്നില്ല, പെനിട്രേറ്റ് ചെയ്യുന്നില്ല. അതിനെ കൊണ്ട് തന്നെ ഇത് സേഫ് ആണ് എന്നുള്ളതാണ്.